ഇപ്പോൾ 10 പേർക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ അല്ല 1000 പേർക്ക് കൊടുക്കുന്നത്. ഈ ഏറ്റുമാനൂര് ഈ ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ, എത്രയോ ഏരിയാസ് ഉണ്ട് ഈ ഏകദേശം ഗുജറാത്തിലെ അവസ്ഥ പോലെ കിടക്കുന്നത്. ഈ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാതെ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയാൽ പോരെ. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് മാത്രം ഇത് കിട്ടിക്കോട്ടെ, ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രം, അങ്ങനെയല്ല അവർ പറഞ്ഞത്. ഇത് പറയുമ്പോൾ എനിക്ക് ഈ കാണുന്ന ജനങ്ങളോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അവരെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഗുജറാത്തിലെ അവസ്ഥ ഇത് കേരളത്തിലെ അവസ്ഥ നമ്മൾ ഇതാണ് സമ്മതിച്ചു. പക്ഷെ അതിലൊരു പോയിന്റ് എന്താ വെച്ചാൽ, കേരളത്തിലെ ടോട്ടൽ ജനത പോപ്പുലേഷൻ്റെ എണ്ണം ഏകദേശം ഒരു 3.5 കോടിയാണ്. അതേസമയം അതിൻ്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയാണ് ഈ പറയുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ അല്ലെങ്കിൽ വാട്ട് എവർ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഈ പറയപ്പെടുന്ന ഡെവലപ്മെന്റ് പോലും ഇല്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. കേരളത്തിൽ പെട്ടെന്ന് ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ എണ്ണം കുറവാണ്. ഇപ്പൊ 10 പേർക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ അല്ല 1000 പേർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ഇപ്പം മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ BJP സർക്കാർ വന്നതിന് ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ്സിന്റെ എണ്ണമാണ് കൂടുതൽ. അത് ചുമ്മാ നെഗറ്റീവ് ഹേറ്റഡ് പരത്താൻ വേണ്ടിയിട്ട് ഈ മറ്റേ എന്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റുമാനൂര് ഈ ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ, എത്രയോ ഏരിയാസ് ഉണ്ട് ഈ ഏകദേശം ഗുജറാത്തിലെ അവസ്ഥ പോലെ കിടക്കുന്നത്, വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അതാണ് എല്ലാ സ്ഥലത്തും ഇതുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ കുറവാണ്. അവിടെ ഇപ്പോഴും അത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് ഇത്രയും ആളുകൾക്ക് ഇത്രയും ഡെവലപ്മെന്റ് കൊടുത്തു. അതിലൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു 2011 ഒരു കണക്കെടുത്താൽ രാജസ്ഥാൻ ഏറ്റവും എന്താ പറയുക ഡ്രൈ ലാൻഡാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അന്ന് അവിടെ 11% ആളുകൾക്കിടയിൽ മാത്രമേ ഉള്ളൂ, വീടുകളിൽ മാത്രമേ ഉള്ളൂ വെള്ളമുള്ളൂ. ഏറ്റവും ഡ്രൈ ലാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ സ്ഥലത്ത് ഇന്ന് 2025-26 കണക്ക് എടുത്ത് നോക്കിയാൽ മതി, 55 to 60% ആണ് അതിൻ്റെ റേഞ്ച്. അതായത് പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് 60%ഓളം ഉയർന്നു. അപ്പോൾ ഡെവലപ്മെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ അവിടെ ഉണ്ടായത്? ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എന്തിലും കുറ്റം കണ്ടുപിടിക്കാതെ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയാൽ പോരെ. നമ്മൾ എല്ലാത്തിലും ഈ നെഗറ്റീവ് സൈഡ് എന്തിനാ കാണാൻ പോകുന്നത്? അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സും ഉണ്ട്, രണ്ടുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് ഒരുമാതിരി അവിടെ ഇങ്ങനെയൊക്കെയാണ്, അവിടെ ഭരിക്കുന്നവരിങ്ങനെ, അവിടെ അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റഡ്ലി ഇവരെങ്ങനെയാണ് ജയിക്കുന്നത്? ആ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടല്ലേ ഇവർ ജയിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഈ ജൽജീവൻ മിഷൻ്റെ ഇത് അവിടെ എന്നാൽ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് മാത്രം ഇത് കിട്ടിക്കോട്ടെ, ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രം, അങ്ങനെയല്ല അവർ പറഞ്ഞത്. ഓൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലെ എല്ലാ പീപ്പിളിനും ഒരുപോലെ കൊടുത്തൊരു പദ്ധതിയാണത്. അതിൽ പോലും നമ്മുടെ ഇവിടെ നാട്ടിൽ അതിൽ നിന്ന് പോലും ആൾക്കാർ ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ കുടിവെള്ളത്തിന് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഡെവലപ്മെന്റിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് എനിക്കൊന്ന് മെൻഷൻ ചെയ്യണം തോന്നി.